നമുക്കറിയാം 2 മാസത്തിലധികമായി നമ്മുടെ ആശാ വർക്കർമാർ സമരത്തിലാണ്. ശമ്പളം കൂട്ടണമെന്നാണ് അവരുടെ ആവശ്യം. 232 രൂപ 700 രൂപയാക്കി നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും കാശില്ലാത്ത സർക്കാരിന് ദൂർത്തിന് മാത്രം എവിടെ നിന്നാണാവോ ഇത്രയും കാശ്? ഞാനിങ്ങനെ പറയാനും ഒരു കാര്യമുണ്ട് കേട്ടോ. ഇടത് സർക്കാരിന്റെ 4ാം വാർഷികം പ്രമാണിച്ച് കോടികളാണ് സർക്കാർ ദൂർത്തടിക്കാൻ പോകുന്നത്. അതും മുഖ്യമന്ത്രിയുടെ പടം വച്ച്. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് നിവിൻ പോളി പറയുന്ന ഒരു ഡയലോഗില്ലേ, എനിക്ക് അതാണ് ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. മുഖ്യമന്ത്രിയുടെ പടം വച്ച് ഹോർഡിംഗ് സംസ്ഥാനമൊട്ടാകെ സ്ഥാപിക്കാൻ എത്ര രൂപയാണ് ചിലവഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? വെറും 20 കോടി കേട്ടോ. ആശമാർക്ക് 700 ഒന്നും നൽകാനില്ല. ബട്ട് മുഖ്യന്റെ ഫുൾ പടം വയ്ക്കാൻ 20 കോടി മുടക്കും അല്ലേ ബാലേട്ട? അല്ല ബാലേട്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഖജനാവിൽ കാശില്ലെന്നും കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ലെന്നായിരുന്നല്ലോ ഇന്നലെ വരെയുള്ള കരച്ചിൽ. പിന്നെ എവിടെ നിന്നായി കാശ്? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുഖ്യന്റെ പടം വയ്ക്കാൻ കോടികൾ ഖജനാവിൽ നിന്നൊഴിക്കാൻ മടിയില്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ തൊഴിലാളി പ്രേമം പറയുന്ന ജനകീയ സർക്കാർ. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങൾ സംസ്ഥാന വ്യാപകമായി ഗംഭീരമാക്കാനാണ് കേട്ടോ നമ്മുടെ മുഖ്യന്റെയും ടീമിന്റെയും തീരുമാനം. അതിന്റെ ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടാണ് മുഖ്യന്റെ ഫുൾ ഫിഗർ. എന്നാൽ നമുക്കറിയാം, ഈ വ്യക്തിപൂജ ഒരിക്കലും ഞങ്ങൾ വെച്ചു പുറപ്പിക്കില്ല എന്നാണ് ഈ സഹാക്കൾ നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നത്. പക്ഷേ മുഖ്യന്റെ കാര്യം വരുമ്പോൾ എല്ലാം മാറും. കാരണം മുഖ്യന്റെ ഫുൾ ഫിഗർ വെച്ച് വാഴ്ത്തിയാണല്ലോ ഈ ഹോർഡിങ്ങുകളൊക്കെ വയ്ക്കുന്നത്. അതേസമയം ഇതിന്റെ ഭാഗമായി എന്റെ കേരളം ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2025 ഏപ്രിൽ 21 കാസർഗോഡാണ് കേട്ടോ നടക്കുന്നത്. കാലിക്കടവ് മൈതാനത്ത് രാവിലെ കൃത്യം 10 മണിക്ക് നമ്മുടെ മുഖ്യൻ പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്യും. ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഹോർഡിംഗ് മാമാങ്കം നടത്തുക. ഇതിനായി 15.63 കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹോർഡിംഗ്സുകളുടെ ഡിസൈനിങ്ങിന് മാത്രം. എന്നാൽ എത്ര രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? 10 ലക്ഷം. തീർന്നില്ല. LED ഡിജിറ്റൽ വാൾ, ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ്, LED സ്ക്രീനിൽ ഉപയോഗിച്ച് വാഹന പ്രചാരണം എന്നിവയ്ക്ക് ഇതിന് പുറമെ 3 കോടിയാണ്. അല്ല പിന്നെ പിണറായി സുമ്മാവാ. ഒപ്പം KSRTC ബസ്സിലുള്ള പരസ്യങ്ങൾക്ക് 1 കോടി, 35 ഹോർഡിങ്ങുകളുടെ മെയിൻ്റനൻസിന് 68 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവിൽ ഇതിന് മാത്രം കാശുണ്ടായിരുന്നു അല്ലേ ബാലേട്ട? അറിഞ്ഞില്ല, ആരും പറഞ്ഞതുമില്ല. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഈ തുക തികയാതെ വന്നാൽ അധിക ഫണ്ടും ബാലേട്ടൻ കൊടുക്കുന്നതാണ് കേട്ടോ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ 4ാം വാർഷിക ആഘോഷ പരിപാടികൾ നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികളായിരിക്കും പങ്കെടുക്കുക. ഇതിനു പുറമെ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കളെയും ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികളെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകളെയും പ്രൊഫഷണലുകളെയും വ്യവസായികൾ, പ്രവാസികൾ, സാമുദായിക നേതാക്കന്മാർ തുടങ്ങിയവരെ ഈ പരിപാടിയിൽ എത്തിക്കാനാണ് നീക്കം. അല്ലെങ്കിൽ നവകേരള സദസ്സ് പോലെ ആയാലോ അല്ലേ സഹാക്കളെ? എന്തായാലും പരിപാടിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. യോഗം രാവിലെ 10:30 തുടങ്ങി 12:30 അവസാനിക്കുന്നതാണ്. എന്തായാലും 1ാം പിണറായി സർക്കാർ കൊള്ളാമായിരുന്നുവെന്ന് ചിലർക്കെങ്കിലും അഭിപ്രായമുണ്ടായിരുന്നു. കാരണം കിറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അതിന് കാരണമായി നിരത്തുന്നത്. എന്നാൽ 2ാം പിണറായി സർക്കാരിന്റെ അവസ്ഥ അതല്ല. എങ്ങനെയെങ്കിലും ഇവന്മാരൊന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നാണ് ഇന്നത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഒന്നുമില്ലെങ്കിലും LDF ഭരണത്തിന്റെ 9 വർഷത്തെ ഇല്ലാത്ത നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് തട്ടാനാണ് പിണറായിയുടെ നീക്കം.